ഫൈറ്റർ പൈലറ്റായി ആകാശം കീഴടക്കിയ ഒരു മലയാളി ഇപ്പോഴിതാ സ്വന്തം നാട്ടിൽ നിന്ന് പുതിയൊരു ടേക്ക് ഓഫിന് ഒരുങ്ങുകയാണ്. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി കരിയർ ആരംഭിച്ച കെ.എൻ. ഗോപകുമാരൻ നായരാണ് പുതിയ സംരംഭത്തിലൂടെ വിനോദസഞ്ചാരികളെ ആകാശയാത്രയ്ക്ക് ക്ഷണിക്കുന്നത്. തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലം നഗറിൽ 7.5 ഏക്കർ സ്ഥലത്ത് ഹെലിപാഡും VIP ലോഞ്ചും സജ്ജമായി കഴിഞ്ഞു. ഓണത്തിന് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഹെലികോപ്റ്റർ റൈഡ് ഒന്ന് കൊടുക്കണം എന്നുള്ള താല്പര്യത്തിനാണ് വന്നത്. കേരളത്തിൽ ആദ്യത്തെ പബ്ലിക് യൂസ് ഹെലിപാഡ് ഇതാണ്. ലുലുവിനൊക്കെ ഉണ്ട്, അവരുടെ പ്രൈവറ്റ് യൂസിനാണുള്ളത്. അപ്പോൾ ഇതിന് 6 പാസഞ്ചേഴ്സ്, ഒരു പൈലറ്റ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ പൈലറ്റിൻ്റെ സീറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് അതൊരു പാസഞ്ചർ സീറ്റാക്കും. അതിൻ്റെ കൺട്രോൾസ് ഒന്നും കാണില്ല, എല്ലാം അതൊക്കെ മാറ്റിയിട്ട് സിംഗിൾ പൈലറ്റാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇപ്പോഴും അതാണ്, അവിടെ കൺട്രോൾസ് ഇല്ല. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി കരിയർ ആരംഭിച്ച ഗോപകുമാരൻ നായർ പിന്നീട് ഹെലികോപ്റ്റർ വിഭാഗത്തിലേക്ക് മാറി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ റാങ്കിൽ സേവനം അവസാനിപ്പിച്ച ശേഷവും അദ്ദേഹം ആകാശവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ല. ഈ സംരംഭം തുടങ്ങിയത് കമ്പനി രജിസ്റ്റർ ചെയ്ത് 2009-ലാണ്. 2010 തൊട്ട് നമ്മൾ നാഗാലാൻഡിന് ഒരു ഹെലികോപ്റ്റർ കൊടുത്തു. ആദ്യം ഒരു ഹെലികോപ്റ്റർ യൂസ് തുടങ്ങിയത്. പിന്നെ നമ്മുടെ നോൺ ഷെഡ്യൂൾ ഓപ്പറേറ്റേഴ്സ് പെർമിറ്റ് നമ്മൾ 2013 തൊട്ട് കിട്ടി. ഇത് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ മറ്റേ കമ്പനിയുടെ ഹെലികോപ്റ്റർ നമ്മളാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൊമേഴ്ഷ്യലിൽ നമ്മൾ നോക്കി. ഓപ്പറേഷൻസ് അവരുടെ ഇതിലായിരുന്നു. അങ്ങനെ 2013 വരെ നമ്മൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് നാഗാലാൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺട്രാക്ട് ഉണ്ട് നാഗാലാൻഡ് ഗവൺമെൻറ്റിന്. ഇപ്പോൾ 2 ഹെലികോപ്റ്റേഴ്സ് കോൺട്രാക്റ്റാണ്. ഞങ്ങൾ ഒരു ഹെലികോപ്റ്റർ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ 14 ഹെലികോപ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. നമ്മൾ ഏത് ഫ്ലൈയിങ് ഒബ്ജക്റ്റോ പക്ഷികളെയോ മൃഗങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒന്നിനും നമ്മുടെ സ്വന്തം വെയിറ്റിനേക്കാളും കൂടുതലുള്ള ഭാരം എടുക്കാൻ പറ്റില്ല. എക്സെപ്റ്റ് തുമ്പി. നമ്മൾ ചെറുതായിരുന്നപ്പോൾ തുമ്പിയെ പിടിക്കും. തുമ്പിയെ പിടിച്ചിട്ട് കല്ലെടുപ്പിക്കും. ആ കല്ല് കുറച്ച് ഒരു 10-30 ഗ്രാമുള്ള കല്ലാണ് എടുക്കുന്നത്. തുമ്പിയുടെ വെയിറ്റ് തന്നെ ഒരു 5-6 ഗ്രാമേ വരുള്ളൂ. അത് ആ കല്ല് കൊണ്ട് പറക്കും. സോ ദാറ്റ് വാസ് സംതിങ് എന്നെ ഈ തുമ്പി എന്നുള്ള പേരിടാൻ ഒന്ന് പ്രേരിപ്പിച്ചു. ഇനി വട്ടപ്പാറയിൽ നിന്ന് കോവളത്തേക്കും കുമരകത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ പറന്നുയരാം. ഓണക്കാലത്ത് വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ഓഫറുകളും അദ്ദേഹത്തിൻ്റെ കമ്പനി നൽകുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് യൂസ് ഹെലിപാഡ് കൂടിയാണ് തുമ്പി ഏവിയേഷൻ്റെത്. നാടിൻ്റെ ടൂറിസം വികസനത്തിനും ഈ സംരംഭം മുതൽക്കൂട്ടാകും.